സത്യത്തില് രതീഷിനെ തേച്ചൊട്ടിക്കുന്നുണ്ടായിരുന്നു അപ്സര. കിട്ടിയ അവസരത്തിൽ അപ്സരയുടെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കിട്ടി അവിടെ രതീഷിനെ വടി കൊടുത്ത് അടി വാങ്ങാന്ന് പറയില്ലേ, അതായിരുന്നു രതീഷിനെ സംഭവിച്ചത്. രതീഷ് വന്നിരുന്ന അപ്സരയെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അപ്സരയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, വേദന വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരാൾക്ക് വേറെ വേദന, മറ്റൊരാൾക്ക് മറ്റൊരു വേദന എന്നൊന്നില്ല. എല്ലാവർക്കും വരുന്ന വേദനയൊക്കെ ഒരുപോലെയാണ്. ചിലർക്ക് ഒരുപാട് പേര് ശുശ്രൂഷിക്കുന്നു, ചിലർക്ക് വേദന വരുമ്പോൾ എല്ലാവരും കൂടി കളിയാക്കുന്നു, പുച്ഛിക്കുന്നു. അതൊന്നും ശരിയല്ല അപ്സരെ എന്ന് അവിടെ പറയുന്നുണ്ട് രതീഷ് ഇരുന്നിട്ട്. അപ്പോൾ അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, അല്ല ജിൻഡോന്റെ വേദന വന്നപ്പോൾ കുറേ പേര് കളിയാക്കുന്നു, ചിലർക്ക് വേദന വരുമ്പോൾ എല്ലാവരും കൂടി നോക്കുന്നു, അതാണെന്ന് പറഞ്ഞു. എടുത്ത വഴിക്ക് ജിൻഡോ അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. അപ്സര ചോദിച്ചു, അല്ല ജിൻഡോ ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ ജിൻഡോ ചേട്ടാ, ഒന്ന് നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അവിടെ ജിൻഡോയ്ക്ക് ചേട്ടനെ എന്തെങ്കിലും വിഷമം വന്ന സമയത്തോ അല്ലെങ്കിൽ വേദന എടുത്തിട്ടിരിക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും ഞാൻ വന്ന് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാതിരിക്കുകയോ ചേട്ടനെ കാര്യങ്ങൾ നോക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഞാൻ വരാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്ത വഴിക്ക് ജിൻഡോ പറഞ്ഞു, ഇല്ലില്ല അപ്സര വന്നിട്ടുണ്ട്, എപ്പോഴും വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ രതീഷ് പറഞ്ഞു, അല്ലല്ല ഞാൻ അപ്സരനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അല്ല എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെങ്കിലും എനിക്കതൊന്ന് ക്ലിയർ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എപ്പോഴും ഞാൻ ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ തിരക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്, ജിൻഡോ ചേട്ടനെ എന്തുണ്ടെങ്കിലും ഞാൻ ചെല്ലാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ രതീഷ് പറഞ്ഞു, എനിക്ക് അപ്സരയുടെ അടുത്ത് ചില സമയത്ത് ഭയങ്കര പുച്ഛം തോന്നാറുണ്ട്, ചില കാര്യങ്ങളിലൊക്കെ അപ്സരയ്ക്ക് ഭയങ്കര അഹങ്കാരമാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പുച്ഛം തോന്നാറുണ്ട് എന്ന് പറഞ്ഞു. എടുത്ത വഴിക്ക് അവിടെ വീണ്ടും അപ്സര പറഞ്ഞു, നമ്മുടെ രണ്ടുപേരും സെയിം സ്വഭാവമാണെന്ന് തോന്നുന്നു രതീഷ് ചേട്ടാ, എനിക്കും തോന്നാറുണ്ട് ചേട്ടൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള പുച്ഛം, അതാണ്. അപ്പോൾ നമ്മുടെ രണ്ടുപേരും സെയിം സ്വഭാവമായതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നതല്ലേ എന്ന് ചോദിച്ചു. രതീഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പൊട്ടിപ്പോയ ഒരു നിമിഷമായിരുന്നു കേട്ടോ അത്. അവിടെ പിന്നീട് രതീഷ് മുൻപത്തെ കാര്യം എടുത്തിട്ടു, അല്ല 7 ദിവസം കൊണ്ട് പുറത്തു പോയ ആളാണല്ലോ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത വഴിക്ക് അപ്സര പറഞ്ഞു, 7 ദിവസം കൊണ്ട് പോയെങ്കിൽ എന്നാ വീണ്ടും വന്ന് 7 ദിവസം നിന്നു, അടുത്ത ആഴ്ച മുതൽ വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങുന്നു, അതുപോരെ രതീഷ് ഏട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും പറഞ്ഞല്ല ഞാൻ അടുത്ത ആഴ്ച ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ് അപ്സരെ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്സര പറഞ്ഞ, അല്ല ഞാൻ ഉദ്ദേശിച്ചത് ചേട്ടൻ ഇവിടെ വേണമെന്നാണ് എനിക്ക് ആഗ്രഹം, അടുത്ത ആഴ്ച മുതൽ ചേട്ടൻ്റെ ഒപ്പം ഗെയിം കളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ രതീഷ് പറഞ്ഞു, ഓ അപ്സരയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലേ, ഓ താങ്ക് യു, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല, എല്ലാവരും ഞാനിവിടെ നിൽക്കണ്ടെന്ന് ആഗ്രഹിച്ചപ്പോൾ അപ്സര ഞാനിവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇല്ല എനിക്ക് രതീഷ് ചേട്ടനൊപ്പം ഗെയിം കളിക്കണം എന്നാണ് ആഗ്രഹം, അതുകൊണ്ട് രതീഷ് ചേട്ടാ ഇവിടെ വേണം രതീഷ് ചേട്ടാ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ചേട്ടൻ ആദ്യത്തെ ആഴ്ച ഇവിടെ നിന്ന് പോയ വ്യക്തിയല്ലേ, അപ്പോൾ വീണ്ടും വരാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ രതീഷ് പറഞ്ഞു, എനിക്കിവിടെ നിന്ന് പോവേണ്ടി വന്നു. അപ്പോൾ ഇവിടെ അപ്സര പറഞ്ഞു, അല്ല വോട്ട് കുറഞ്ഞുകൊണ്ടാണല്ലോ ചേട്ടനെ പോവേണ്ടി വന്നത്, അതെന്താണ് ചേട്ടനെ ഉറപ്പ് വോട്ട് കുറഞ്ഞിട്ടല്ല എന്ന് ചേട്ടനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അപ്സര പറഞ്ഞു, ചേട്ടന് വോട്ടില്ലാത്തതുകൊണ്ടാണല്ലോ ചേട്ടൻ പോയത് എന്ന് പറഞ്ഞപ്പോൾ രതീഷിന് അത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അപ്സരയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രതീഷ് വേഗം ഒഴിഞ്ഞു മാറാണ്, ഇനി അപ്സരയുടെ അടുത്ത് സംസാരിച്ച് കൂടുതൽ പ്രശ്നമാവണ്ട എന്ന് കരുതിയിട്ട്. അപ്പോൾ എടുത്ത വഴിക്ക് അപ്സര വേഗം തന്നെ അവിടെ നിന്ന് മാറിയിരുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് അപ്സര ഇരിക്കുകയായിരുന്നു. അർജുൻ അപ്സരയാണ് സത്യത്തിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത്, അതിൻ്റെ ഇടയിലേക്ക് ചൊറിയാൻ വേണ്ടി രതീഷ് വന്ന് കയറിയതാണ്. ആ സമയത്ത് അപ്സരക്ക് നേരെ കയറി മാറിയിരുന്നു. അപ്പോൾ വീണ്ടും രതീഷ് സംസാരിക്കാൻ നോക്കിയപ്പോൾ അവിടെ അപ്സര പറഞ്ഞു, അല്ല ചേട്ടനല്ല എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞത്, ശരി എന്ന് പറഞ്ഞുകൊണ്ട് അപ്സര അവിടെ നിന്ന് മാറിയിരിക്കുന്ന കണ്ടു. സത്യത്തിൽ വടി കൊടുത്ത് അടി വാങ്ങിയും അപ്സരയുടെ കയ്യിൽ വയറ് നിറച്ച് കിട്ടുകയും ചെയ്തു രതീഷിനെ.